പുതുക്കിയ NCERT പാഠപുസ്തകത്തിൽ നിന്നും ബാബറി മസ്ജിദിനെ പറ്റിയ വിവരങ്ങൾ ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തം. കലാപങ്ങൾ അക്രമാസക്തരും വിഷാദരോഗികളുമായ പൗരന്മാരെ സൃഷ്ടിക്കുന്നുവെന്ന് NCERT ഡയറക്ടർ. കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും ബാബറി മസ്ജിദ് തകർക്കുന്നതിനെക്കുറിച്ചും NCERT പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയത്. +2 പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിനെ തിരുത്തി 3 മിനാരങ്ങളുള്ള ഒരു കെട്ടിടം എന്നാക്കിയാണ് മാറ്റിയത്. NCERT പാഠപുസ്തകത്തിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും ബാബറി മസ്ജിദ് തകർക്കുന്നതിനെക്കുറിച്ചും ഉള്ള പരാമർശത്തെപ്പറ്റി NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് സ്കലാനിയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ എന്തിനാണ് കലാപത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. I just want to stick to the tradition which is promoting, which is producing the best global citizens who feel proud about their nation, who feel proud about themselves, whose self-esteem is very high. We don't want to produce disappointed or depressed citizens. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇത്തരം പ്രവണതയെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് SFI പ്രസ്താവനയിറക്കി. രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ വളച്ചൊടിക്കരുതെന്നും SFI പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസത്തെയും പാഠപുസ്തകത്തെയും കേന്ദ്ര സർക്കാർ വർഗീയവൽക്കരിക്കുന്നുവെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ബാബറി മസ്ജിദ് തിരുത്തി 3 മിനാരങ്ങളുള്ള ഒരു കെട്ടിടം എന്നാക്കിയതിലൂടെ തീവ്ര വർഗീയ അജണ്ടകൾ നിന്ന് പിന്നോട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ തെളിയിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ബാബറി മസ്ജിദ് എന്ന് തിരുത്തി 3 മിനാരങ്ങളുള്ള ഒരു കെട്ടിടം, ഒരു നിർമ്മിതി എന്നാക്കി കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളെയും ന്യായീകരിച്ചത് ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ. പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സീറ്റ് കുറഞ്ഞു, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെങ്കിലും സംഘപരിവാർ അവരുടെ തീവ്ര വർഗീയ അജണ്ടകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒന്നാണിത്. ഇതെല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.